അലീനയ്ക്ക് കൃഷ്ണമോൾ കോഫിയും ഇട്ട് ബ്രെഡും ചൂടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അലീന അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനു വിളിക്കുകയാണ്. മനുവിനെ രേവതിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന വീട്ടിലെത്തിയെന്ന്. അങ്ങനെ മനു വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. മനു പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നാലും എന്ത് ചെയ്യാനാണ്, പോലീസുകാർ എന്നെയും കൂടി അപമാനിക്കുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. നമ്മളെല്ലാവരും ആകെ നാണക്കേടിൻ്റെ പടുകുഴിയിൽ വീണിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, ആരും നമ്മളെ സഹായിക്കില്ല എന്നൊക്കെ മനു പറയുകയാണ്. അലീന മനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ മനുവേട്ട, നമുക്കെല്ലാം സഹിക്കാനുള്ള ശക്തി തരണേന്ന് പ്രാർത്ഥിക്കാം മനുവേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ വെച്ചു. എന്നിട്ട് കൃഷ്ണമോളോട് പറയാണ്, പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മനുവേട്ട ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം കുര്യച്ചൻ്റെ വീട്ടിൽ ജോബിയും മീരയും കൂടി തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ട്, ഇന്ന് പോണ്ട മോനെ, നാളെ രാവിലെ പോകാമല്ലോ, നിങ്ങൾക്ക് രാത്രി അവിടെ ചെന്നിട്ട് ഇപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ജോബി പറയുകയാണ്, നാളെ രാവിലെ മീരയ്ക്ക് ജോലിക്ക് പോകണ്ടേ, രാവിലെ എണീക്കണ്ടേ, ഇവിടെ നിന്ന് രാവിലെ എണീറ്റ് പോകാൻ പാടാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ്. അപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും പറയുന്നുണ്ട് അവരും പോകുന്നുണ്ടെന്ന് പറയുകയാണ്. രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടി പോകാൻ ഇറങ്ങുകയാണ്. രേവതിക്കുട്ടിക്ക് നാളെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പോയാലേ പറ്റൂ എന്ന് പറയുന്നു. കുര്യച്ചൻ അവരെ നിർബന്ധിക്കുന്നുണ്ട്, നാളെ പോയാൽ മതി, ഇനി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ പോകാനിറങ്ങി. ഗോവർദ്ധൻ ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ കൂട്ടിരിക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് അയാൾ പുറത്തു പോയി ഒരു ന്യൂസ് പേപ്പർ വാങ്ങി. പേപ്പർ വായിച്ചിട്ട് അയാൾ ആകെ വിഷമിച്ച് നോക്കുകയാണ്. ഫ്രണ്ട് പേജിൽ തന്നെ 4 പേരുടെയും ഫോട്ടോയും വാർത്തയും എല്ലാം ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ എന്നായിരുന്നു ഹെഡ്ലൈൻ കൊടുത്തിരുന്നത്. അലീനയുടെ വീട്ടിലും പത്രം എത്തിയിട്ടുണ്ട്. അലീന പത്രം എടുത്ത് വായിച്ചിട്ട് ആകെ തകർന്ന് കരഞ്ഞുകൊണ്ടാണ് അകത്ത് കയറി വന്നത്. അപ്പോൾ കൃഷ്ണമോൾ ഉറക്കമെണീറ്റ് വരുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ട് അവൾ അടുത്ത് വന്നു. കയ്യിൽ നിന്ന് പത്രം വാങ്ങി അവൾ വായിക്കുകയാണ്. എല്ലാ വിവരവും വിശദമായിട്ട് പത്രത്തിലുണ്ടായിരുന്നു. 1-ാം പ്രതി ഹരിശങ്കർ, 2-ാം പ്രതി രോഹിത് എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. രോഹിത് പ്രമുഖ വസ്ത്ര വ്യാപാരിയും സ്വർണ്ണക്കട വ്യാപാരിയുമായ ബാലചന്ദ്ര മേനോൻ്റെ മകനാണ് എന്നൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന അലീന എന്ന പെൺകുട്ടിയെയും ഇതിനു മുമ്പ് അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അലീന സ്വന്തം വയറ്റിൽ കത്രിക കുത്തിക്കയറ്റിയാണ് രക്ഷപ്പെട്ടത്. ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ബാലചന്ദ്ര മേനോൻ അലീനയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേസ് പുറം ലോകം അറിയാതെ പോയത് എന്നൊക്കെയായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് കൃഷ്ണമോൾ പൊട്ടിക്കരയുകയാണ്. ചേച്ചി, ഇതെന്തൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത്, ഇനി ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും ചേച്ചി, ഞാൻ എങ്ങനെ പഠിക്കാൻ പോകും, ഇനി നമുക്ക് മരിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ പൊട്ടിക്കരയുകയാണ്. അലീന അവളെ സമാധാനിപ്പിച്ചു. മോളെ സാരമില്ല മോളെ, എല്ലാം ശരിയാവും മോളെ, സാരമില്ല, ചേച്ചി ഇല്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവളെ സമാധാനിപ്പിച്ചു. പത്രത്തിൽ വന്ന ന്യൂസ് വായിച്ചിട്ട് ജനങ്ങളാകെ പ്രകോപിതരായി. എല്ലാവരും കൂടി ബാലചന്ദ്ര മേനോൻ്റെ വീടിന് മുന്നിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ആളുകൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുകയാണ്. ഇവനെയൊന്നും അടിച്ചു കൊല്ലാൻ ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഉടൻ തന്നെ മതിലിൻ്റെ മുകളിൽ കയറി കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. ആളുകളെല്ലാവരും കൂടി ആക്രോശിച്ചുകൊണ്ട് ഓടി അടുക്കുകയാണ്. കല്ലുകൾ, വടികൾ ഒക്കെ വലിച്ചെറിയുകയാണ്, ചീത്ത വിളിക്കുന്നുണ്ട്. കൃഷ്ണമോൾ ഈ ബഹളം കേട്ടുകൊണ്ട് ഓടി വന്ന് അലീനെ വിളിക്കുകയാണ്. ചേച്ചി, അവിടെ ഭയങ്കര ബഹളം ചേച്ചി, ആൾക്കാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വരികയാണ്. അപ്പോൾ തന്നെ ചെടിച്ചട്ടികളൊക്കെ പൊട്ടിച്ചെറിയുന്നുണ്ട്. ജനലിൻ്റെ ചില്ലൊക്കെ പൊട്ടി. അവർ പേടിച്ച് നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു.